രണ്ട് ട്രെയിനുകൾ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവയുടെ നീളങ്ങളും വേഗതകളും തന്നാൽ നീളങ്ങൾ L1 L2 വേഗതകൾ S1 S2 തന്നാൽ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം L1 + L2 /S1 + S2 S1 + S2 km/hലാണ് L1 L2 മീറ്ററിലാണ്. അപ്പോൾ ഇവിടെ സെക്കൻഡിലായതുകൊണ്ട് രണ്ടും അങ്ങ് ഇത് സ്പീഡ് മീറ്റർ/സെക്കൻഡിലാക്കിയാൽ മതി. അതായത് S1 + S2 എന്ന് പറയുന്നത് 60 km/h 40 km/h 100 km/h മീറ്റർ/സെക്കൻഡിലാക്കാൻ km/h മീറ്റർ/സെക്കൻഡിലാക്കാൻ 5/18 ഇട്ട് ഇൻറ്റു ചെയ്യും. അതായത് L1 + L2 എത്രയാണ്? 140 + 160 140 + 160 മീറ്റർ ബൈ S1 + S2 നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് 100 × 5/18 അതായത് 300/100 × 5/18 അപ്പം 3/5/18 എന്നൊരു ഫ്രാക്ഷൻ ഹരിക്കാൻ വരുമ്പോൾ അത് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 3 × 18/5 അതായത് 54/5 വരും. 10.8 അത്രയും സെക്കൻഡ്. അതാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. L1 L2 തന്നിട്ടുണ്ട്. ട്രെയിനിൻ്റെ നീളങ്ങളും സ്പീഡും തന്നിട്ടുണ്ട്. വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം L1 + L2 /S1 + S2 S1 + S2 km/hലാണ് വന്നേക്കുന്നത്. 60ഉം 40 കൂട്ടുമ്പോൾ 100 km/h മീറ്റർ/സെക്കൻഡിലാക്കണം. ഒരു ഓപ്ഷനൊക്കെ സെക്കൻഡിലാണ്, മറ്റേത് മീറ്ററിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് 5/18 ഇട്ട് ഗുണിക്കുക. 100 × 5/18. ഇവിടെ L1 + L2 എന്ന് പറയുന്നത് 140 + 160 300/100 × 5/18. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 3/5/18 3 × ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കാൻ വന്നാൽ അത് തിരിച്ചിട്ട് ഗുണിക്കാം. റെസിപ്രോക്കൽ 3 × 18/5 54/5 10.8 സെക്കൻഡ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം.